മനോരോഗിയാണെന്നും ഒരു കാരണവശാലും അയാൾ പുറത്തു വരാൻ പാടില്ലെന്നും 5 വർഷങ്ങൾക്ക് മുൻപ് കോടതി വിധിച്ചിട്ടുള്ളതാണ്. എന്തിനെ സാർ അതൊന്ന് പറയുന്നത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തന്നെ കഴിയുന്ന ഹരിനാരായണന്റെ മനോനിലയിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്പ്യാർക്ക് തോന്നിയിട്ടില്ല. ഹരിനാരായണൻ ഇപ്പോഴും മനോരോഗി തന്നെയാണെന്ന് ഡോക്ടർ നമ്പ്യാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തനിക്ക് ഭ്രാന്തില്ലെന്നും തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വിട്ടുകിട്ടണമെന്നുള്ള ഹരിനാരായണന്റെ വാദത്തിന് പ്രസക്തിയില്ല. സാധാരണഗതിയിൽ എനിക്ക് ഭ്രാന്തില്ലെന്നല്ലേ ഭ്രാന്തുള്ള ഏതൊരാളും പറയാറ്. ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ യാതൊരുവിധ കാരണങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ സമയത്തെ മാനിച്ച് ഈ കേസ് പരിഗണനയ്ക്കെടുക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അല്പം കൂടി വെള്ളം. കേസ് തള്ളി പോയില്ലേ? ഉണക്കേ മുഴുവനും തള്ളിയിട്ടില്ല, തള്ളാൻ ഒരു ഇത്തിരി കൂടി ബാക്കിയുണ്ട്. എന്താ കാണണോ? അങ്ങോട്ട് മാറിയിട്ട് കോടതിയിലൊന്ന് വാതുറക്കാൻ പോലും പറ്റാതെ മൗന നൊമ്പരങ്ങളുമായി ഒരു മിണ്ടാപ്രാണിയായി വക്കീല് കണ്ണും തള്ളി പോകുമ്പോഴാ അവന്റെ ഒരു ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ. നോ താങ്ക്സ്. ചിലക്കത് നടക്കണ. എടോ എന്തോ എന്റെ മോക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവരണം. ഇത്രയും നാൾ അവക്കൊരു ശനിയുടെ അപകാരം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മാറി. ഞാൻ കൊണ്ടുവരാം. എത്ര വയ്യന്മാരെ വേണം? ഇതുപോലത്തെ പഴങ്കഞ്ഞി മോറന്മാരൊന്നുമല്ല, നല്ല ചടാന്നുള്ള ആമ്പിള്ളാരെ. അധികം ആളാവണ്ടാട്ടോ. എന്താണ് ആളായാലേ? ആള് മാറിപ്പോവും, പിന്നെ പെറ്റ തള്ള കണ്ട പോലും തിരിച്ചറിയില്ല. എന്താടാ പൊന്നപ്പാ? ചില പണികളൊക്കെ കൈവശം ഉണ്ടെന്ന് പറയായിരുന്നു. വക്കീൽ പണി പഠിക്കാനാണെങ്കിൽ നീ ഇവന്റെ പിന്നാലെ നടക്കണ്ട. ആ പണി എന്താണെന്ന് ഇവന് തന്നെ അറിയില്ല. നിനക്കൊരു പണി അറിയാമല്ലോ, കൽപ്പണി. അത് നീ അവന് പഠിപ്പിച്ചുകൂടെ? അതിലും അവൻ ചോദിക്കുമെന്ന് തോന്നുന്നില്ല. നാളെ രണ്ടുപേരും കൂടെ എന്റെ വീട്ടിലേക്ക് വാ. എന്റെ സെപ്റ്റി ടാങ്ക് പൊട്ടിക്കിടക്കുക, അതൊന്ന് സിമന്റ് ഇടണം. നിനക്കൊരു പണിയുമായി, ഇവനൊരു ട്രെയിനിങ്ങുമായി. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. ജേട്ടനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാനിതൊന്ന് മാറിക്കോളാന്ന്. അപ്പൊ എന്നെ തോൽപ്പിക്കണമെന്ന് വാശിയായിരുന്നു. ഇതന്നെ ജേട്ടന്റെ കുഴപ്പം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ വാശി പിടിച്ച് ഓരോ തലയേക്കേറ്റി വെക്കും. തോറ്റാ നിന്ന് കരയും ചെയ്യും. ഓഹോ, അപ്പൊ ജയിച്ചു നിങ്ങളുടെ ഉറപ്പിച്ചുല്ലേ? കേസ് റിജക്ട് ചെയ്തു കരുതി അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്നില്ല. ഈ കേസ് ഞാൻ ഇനിയും കൊണ്ടുവരും. ഇതെന്റെ ഒരു വാശിയാ. എന്തിനു ചേട്ടാ നമ്മൾ തമ്മിൽ ആവശ്യമില്ലാത്തൊരു പ്രശ്നം? നമ്മൾ തമ്മിലല്ല, ഇതേ ഞാനും നിന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നം. കുറെ കാലായി ഞാൻ അങ്ങേരുടെ ആട്ടും തുപ്പും സഹിക്കാൻ തുടങ്ങിയിട്ട്. കാര്യം എന്നെ പഠിപ്പിച്ചതും വക്കീലാക്കിയതും ഒക്കെ അങ്ങേര് തന്നെയാ. പക്ഷെ നിങ്ങൾ ആരും ഓർക്കാത്തൊരു കാര്യമുണ്ട്. ഈ വീടും സ്വത്തുക്കളൊക്കെ എനിക്കും എന്റെ അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടതാ. മരിക്കുന്നത് വരെ അമ്മ അത് ആവശ്യപ്പെട്ടിട്ടില്ല, നാളിതുവരെ ഞാനും അത് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഒരു വേലക്കാരന്റെ സ്ഥാനമെങ്കിലും എനിക്ക് വീട്ടിൽ തന്നിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് ഈ വീട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. അതിന് എനിക്ക് ഈ കേസ് ജയിച്ചേ പറ്റൂ. നീയും നിന്റെ അച്ഛനും പ്രതീക്ഷിക്കുന്നതിൽ 10 ഇരട്ടി കരുത്തോടെ ഞാൻ ഈ കേസ് ഇനിയും പൊക്കും. അതിലും ഞാൻ തോറ്റുപോയാ ഒരു പുഴുത്ത പട്ടി വലിഞ്ഞു കയറി വരുന്ന പോലെ പിന്നീട് ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും കാണുകയില്ല. സാറേ, ട്രെയിനിങ് തുടങ്ങാം. ഈ കട്ടൊന്നും അങ്ങോട്ട് പിടിച്ചേൻ. ഐശ്വര്യമായിട്ട് അവിടെ വെച്ചേൻ. ആ ഹരിനാരായണ പ്രാന്താശുപത്രി ചാടിക്കണം. ചാടിക്കണോ? എന്നിട്ട് എന്തിനാ? ഹരിനാരായണൻ വേറൊരു ഡോക്ടറുടെ നിരീക്ഷണത്തിൽ 3-4 ദിവസം കഴിയും. അവൻ ഒരു കുഴപ്പമില്ല എന്ന് ആ ഡോക്ടർ എഴുതി തരികയും ചെയ്യും. പിന്നെ നീ നോക്കിക്കോടാ, ഈ കേസ് കോടതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. പൊന്നപ്പാ, ഏതെങ്കിലും ചായക്കട കാണുമ്പോ നിർത്തണേ. ഒരു ഡബിൾ സ്ട്രോങ് ചായ കുടിക്കണം. അതിന് ഞാനല്ലല്ലോ വണ്ടി ഓടിക്കണേ, ചേട്ടനല്ലേ. ചേട്ടന് ഇഷ്ടമുള്ളവർക്ക് വണ്ടി നിർത്തിക്കോ. ഓക്കേ.
ചായക്കട. ചായക്കട ഞാനൊന്നും മുള്ളാൻ നിർത്തിയല്ലേ. എന്റെ ഇഷ്ടമില്ല. എന്റെ ഈശ്വര ഈ പണ്ടാണ് എപ്പോ ഇതിനകത്ത് കയറി. ഞാൻ ഇന്നലെ രാത്രി മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല? ഇല്ല. ഹലോ, എന്റെ പൊന്ന് സാറേ, എന്റെ പേരിൽ ഒരു കേസ് കൊടുത്ത് എന്നെ കൂടെ രക്ഷപ്പെടുത്ത്. ആണല്ലേ? അതെ. കേസ് കൊടുത്ത് രക്ഷപ്പെടുത്തണം. അതെ. ആ, ഇപ്പൊ മുള്ളാൻ വേണ്ടിട്ടില്ലേ വണ്ടി നിർത്തിയത്? അതെ. അപ്പൊ ആദ്യം മുള്ളിൽ ഇറങ്ങട്ടെ. ഇവിടെ മുള്ളല്ലേ? ഓ, ഇരുന്ന്. അതെ, നല്ല സ്ഥലം. അതെ, മുള്ളാൻ പറ്റിയ സ്ഥലം. ഞാൻ കേറി വണ്ടി മുള്ളടാ, മുള്ളിച്ചാവ്. അതെ. അയ്യോ എന്നെ കുറ്റോ. ഹലോ, നമ്മളിത് എങ്ങോട്ടേക്ക് പോകുന്നത്? ആ, കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കൊള്ളണ്ടേ ഹരിനാരായണ? കുറെ കാലം സെല്ലിനകത്ത് കിടന്നതല്ലേ. കോടതിയും കേസും ഒക്കെ പിന്നെയാവാം. ആദ്യം ഒരടിച്ച് പൊളി, പൊന്നപ്പ കത്തിച്ച് വിടണം. എടോ, ഇതെന്റെ ജീവൻ വെച്ചോണ്ടുള്ള കളിയാ. ഒരു ഭ്രാന്തനെ കൂട്ടിയിടാൻ പോലും പറ്റാത്ത തന്നെ ഏത് മോശ കൊച്ചിടനാണോ ഡോക്ടറാക്കി വെച്ചിരിക്കുന്നേ? മനുഷ്യൻ എങ്ങനെയാ വെള്ളം പഠിക്കാതിരിക്കുന്നേ? എടോ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ഞാൻ തന്നോട് പറഞ്ഞതല്ലേ അവനിപ്പോ നോർമലാണ്, കുറച്ചു ദിവസം വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ. ഇത് തന്നെ 5 കൊല്ലം ഇപ്പൊ എന്നോട് പറഞ്ഞതല്ലേ? തന്റെ വാക്കും കേട്ട് ഞാൻ അവനെ കൊണ്ട് പോയതുമല്ലേ? എന്നിട്ട് നീ കണ്ടോ? എന്ത്? ഇതല്ലടോ കൊഞ്ഞാടാ. ദേ കണ്ടോ? ദേ, ഞാൻ കവർന്ന് കിടന്നുറങ്ങുമ്പോ നട്ടപ്പാതിരാക്കി അവരെന്നെ വടിവാൾ കൊണ്ട് വെട്ടിയതാ. ആ കിടപ്പ് 6 മാസം ആശുപത്രിയില് അതുപോലെ കവർന്ന് കിടക്കേണ്ടി വന്നു. ഇനി വേറൊരു സ്ഥലത്ത് ഒരു വെട്ടിട്ടുണ്ട്. അത് കാണിക്കാൻ കൊള്ളുകയില്ലാത്ത സ്ഥലത്താ. അതുകൂടെ കാണിക്കട്ടെ? വേണ്ട, അത് ഞാൻ കുറെ പ്രാവശ്യം കണ്ടതാ. ഇതീ കാണാലോ, എത്ര കണ്ടാലും ബോറടിക്കില്ല. അത്ര ബെസ്റ്റ് സ്ഥലത്തല്ലേ വെട്ടിയിരിക്കുന്നത്. എടോ, ഒന്ന് അടങ്ങടോ രവീന്ദ്ര. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വരാൻ ആളെ വിട്ടിട്ടുണ്ട്. തന്റെ ആളുകളല്ലേ വിട്ടിരിക്കുന്നത്? അതെ. എങ്കിലും ഉറപ്പാ, ഒരിക്കലും കണ്ടുപിടിക്കില്ല. അവൻ ഇനി 10 മടങ്ങ് കരുത്തോടെയാവും കോടതിയിലെത്തുക. കോടതിയിൽ നേരിടേണ്ടി വരുന്നത് സ്വന്തം അച്ഛനെയാണെങ്കിൽ പോലും ശത്രുവാണ് അയാൾ. കോടതിയിൽ വെച്ചാണെങ്കിലും ജയേട്ടൻ ഒരു എതിരാളിയായിട്ടോ ശത്രുവായിട്ടോ എനിക്ക് കാണാൻ കഴിയില്ല. ജയേട്ടൻ ഒരു കാര്യം തറപ്പിച്ച് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു കൊടുത്തു പോകും. അതുകൊണ്ട് ഞാൻ ഈ കേസിന് പിന്മാറുക. എന്ത് വിട്ടിട്ടാണ് ഈ പറയണേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിൽ നിന്നെ പറഞ്ഞു മയക്കി ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചിട്ട് ജയിച്ചെന്ന് കരുതി അവൻ കോടതിയിലെത്തുമ്പോ അവനെ നേരിടാൻ ഈ ഞാനുണ്ടാവും അവിടെ. എന്റെ മകൾ ഒരു നെറുകേട് കാണിച്ചാൽ അതിന്റെ കീഴെനിക്കാ. അതിന് പരിഹാരം കാണേണ്ടതും ഈ ഞാൻ തന്നെ. നയഹാന ഉടമ ഡോക്ടർ നമ്പ്യാർ. കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഒരാളെ മാനസിക രോഗി എന്ന് മുദ്രകുത്തി സെല്ലിൽ അടച്ചിട്ടിരിക്കുന്ന ഡോക്ടർ നമ്പ്യാർ അല്ലേ? മാനസിക രോഗി എന്ന് മുദ്രകുത്തി എന്നുള്ളത് തെറ്റാണ്. ഡോക്ടർ നമ്പ്യാരല്ലേ എന്നാണ് ചോദ്യം. അതെ. നിങ്ങൾ അന്യായമായി പൂട്ടിയിട്ടിരിക്കുന്ന എന്റെ കക്ഷിക്ക് സത്യത്തിൽ ഭ്രാന്തുണ്ടോ? അന്യായമായി എന്ന് പറയുമ്പോ ഭ്രാന്തുണ്ടോ ഭ്രാന്തില്ലയോ അതാണ് ചോദ്യം. ഉണ്ട്, ഭ്രാന്തുണ്ട്. ഈ 12 വർഷവും അയാൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു എന്നല്ലേ അതിനർത്ഥം? അതെ. ഈ അടുത്ത കാലത്തെങ്ങാനും ഇയാൾ അക്രമാസക്തനാവുകയോ ശാന്തനല്ലാത്ത രീതിയിൽ പെരുമാറുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ അടുത്ത കാലത്ത് അയാൾ അക്രമാസക്തനായിട്ടില്ല. പക്ഷെ കുറെ നാളുകൾക്ക് മുമ്പുള്ളത് പോട്ടെ, ഈ അടുത്ത കാലത്തെങ്ങാനും ഇല്ല. വൈറ്റമിൻ ടാബ്ലറ്റ്സ് അല്ലാതെ മറ്റെന്തെങ്കിലും മരുന്നുകളോ ഷോക്ക് ട്രീറ്റ്മെന്റോ ഇയാൾക്ക് കൊടുക്കാറുണ്ടോ? അതൊക്കെ ആവശ്യം വരുമ്പോ മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ അടുത്ത കാലത്ത് അങ്ങനെ ആവശ്യം വന്നിട്ടുണ്ടോ? ഇല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മുല്ലശ്ശേരിൽ അഹമ്മദ് ഹാജി മകൾ ഡോക്ടർ റസിയ. മിസ്റ്റർ ഹരിനാരായണനെ നിങ്ങൾക്കറിയാം? അറിയാം. എങ്ങനെ അറിയാം? കഴിഞ്ഞ 3-4 ദിവസമായി ഞാൻ അയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആശുപത്രി രജിസ്റ്ററിൽ അയാളുടെ പേര് ചേർത്തിരുന്നോ? ഉണ്ട്. അയാളിൽ ഭ്രാന്തിന്റെ എന്തെങ്കിലും ഒരു അംശം കണ്ടിരുന്നോ? ഇല്ല, അയാൾ തികച്ചും നോർമലാണ്. ഡോക്ടർ റസിയ, ഹരിനാരായണൻ നോർമലാണ്, ഭ്രാന്തില്ല എന്ന് രേഖപ്പെടുത്തിയ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാമോ? പ്രസന്റ് ചെയ്യാം. ഇത്രയും കാലം ഒരാളെയും ഭ്രാന്തനായിട്ട് പൂട്ടിയിടേണ്ട കാര്യമില്ല. ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ്. പണ്ടെങ്ങോ ഭ്രാന്ത് വന്നതിന്റെ പേരിൽ. ഹരിനാരായണന്റെ രോഗം ഭേദമായിട്ടും അയാളെ സ്വീകരിക്കാൻ അയാളുടെ ജ്യേഷ്ഠൻ ഇന്നും തയ്യാറാവാത്തതാണ് യഥാർത്ഥ കാരണം. ചുമ്മാരിടും. ഹരിനാരായണന്റെ സ്വത്തുക്കൾക്ക് വേണ്ടി അദ്ദേഹത്തെ അടച്ചിട്ടിരിക്കുകയാണ്. ദയവായി എന്റെ കക്ഷിക്ക് പൗരസ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുക. കൊച്ചുപറമ്പിൽ നാരായണ മകൻ രവീന്ദ്രൻ. കൊച്ചുപറമ്പിൽ നാരായണ മകൻ രവീന്ദ്രൻ തന്നെയാ വിളിക്കുന്നേ. നിങ്ങളാണോ ഹരിനാരായണന്റെ സഹോദരൻ രവീന്ദ്രൻ? ആണ്. സ്വന്തം സഹോദരനെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി മാത്രം ഒരു ഭ്രാന്താശുപത്രിയിൽ അടച്ചിട്ട നിങ്ങൾ
രക്തം ഊറ്റി കുടിക്കുന്ന ഡ്രാക്കുളയേക്കാൾ നീചനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വരില്ലേ? അയ്യോ, സമ്മതിക്കേണ്ടി വരുമോ ഇല്ലയോ? വരുമോ ഇല്ലയോ? വരും. നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കളുടെ പകുതി ഹരിനാരായണൻ അവകാശപ്പെട്ടതല്ലേ? അതെ. ഹരിനാരായണൻ പ്രാന്താശുപത്രിയിലായതുകൊണ്ട് ആ സ്വത്തുക്കൾ കൈവശം വെച്ച് അനുഭവിക്കുന്നത് ഇപ്പൊ നിങ്ങളല്ലേ? അതെ. അത് ശരി. അത് ശരിയാണല്ലേ? അല്ല, തെറ്റാണ്. ഹരിനാരായണന് ഭ്രാന്തുണ്ടെന്ന് വരുത്തി തീർത്ത് അയാളുടെ സ്വത്തുക്കൾ കൈവശം വെക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് മിസ്റ്റർ രവീന്ദ്രൻ. എന്റെ കക്ഷി മിസ്റ്റർ ഹരിനാരായണന് യാതൊരുവിധ മനോരോഗവും ഇല്ല. അത് ബോധ്യപ്പെടുത്താൻ ബഹുമാനപ്പെട്ട കോടതിയെ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. കൊച്ചുപറമ്പിൽ നാരായണൻ മകൻ ഹരിനാരായണൻ ഞാൻ എന്തിനെ കുറിച്ച് ചോദിച്ചാലും മിസ്റ്റർ ഹരിനാരായണൻ കൃത്യമായിട്ട് ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. കാരണം ഇദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്. ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ മിസ്റ്റർ ഹരിനാരായണൻ പറയുന്ന കൃത്യമായ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് എതിർഭാഗത്തിന് അവകാശപ്പെടാം. അതുകൊണ്ട് എന്റെ സഹപ്രവർത്തനായ അഡ്വക്കേറ്റ് KR മേനോന് ഇദ്ദേഹത്തോട് ചോദിക്കാം സൂര്യന് താഴെയുള്ള എന്തിനെ കുറിച്ചും. അത് അനുവദിക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടാവണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പെർമിഷൻ ഗ്രാന്റഡ്. വക്കീൽ തൊഴിലിൽ ഒരു വലിയ നാഴികക്കല്ല് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജയകൃഷ്ണൻ എന്ന വക്കീലിനെ നിങ്ങൾക്കറിയാം? അറിയാം. എന്നാൽ വക്കീൽ കുപ്പായം അഴിച്ചുവെച്ച് പാവപ്പെട്ട കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ ജീവിതം മാറ്റിവെച്ച മഹാനായ ഒരു വക്കീലിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അറിയാം. ബാബ ആംതെ. മഹാത്മജി അദ്ദേഹത്തെ അഭയ സാധക് എന്നാണ് വിളിച്ചിരുന്നത്. കേരളത്തിൽ കൊച്ചി എന്നൊരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? നെടുമ്പാശ്ശേരിയിൽ. ശരി. ഈ ബാങ്ക് ഓഫ് കൊച്ചി എവിടെയാണ് ഹരിനാരായണ? ജപ്പാനില്. അതിൽ ഇത്ര ചിരിക്കാനൊന്നുമില്ല. അവൻ പറഞ്ഞ ഉത്തരം ശരിയാ. ബാങ്ക് ഓഫ് കൊച്ചി ജപ്പാനില? അതെ. 800 കോടി ഡോളറിന്റെ ആസ്തിയുള്ള ബാങ്ക് ഓഫ് കൊച്ചി ജപ്പാനിലാണ്. Am I right? യെസ്, യു ആർ റൈറ്റ്. ഏത് തെണ്ടിയാണോ അത് അവിടെ കൊണ്ട് പറഞ്ഞത്? The court is adjourned. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ പെരുവിരലിൽ നിർത്തി കറക്കും ഞാൻ. എന്റെ പൊന്ന് സാറേ, സാർ ഇത് കണ്ടോ? താൻ ഇത് കാണിച്ച അന്ന് എന്നെ വിശ്വസിപ്പിച്ചത് ഒന്ന് മൂടിയിടുന്നു. അയ്യോ, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ നേരാ. അവൻ ഭ്രാന്തനാ. പക്ഷെ ഒടുക്കത്തെ ബുദ്ധിയാ. ബുദ്ധി ശിരസി കയറി ഭ്രാന്തായെന്നാ തോന്നുന്നത്. സാറ് കൂടി എന്നെ കൈവടിയരുത്. സാർ ഈ കേസ് ജയിക്കണം. ഞാൻ ഈ കേസിൽ ജയിക്കും. തനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. തോറ്റവന്റെ ദുഃഖഭാരത്തോടെ മേനോനി കോടതിയിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ല ഇതുവരെ. ഏറ്റെടുത്തു പോയി. അതുകൊണ്ട് ഈ വിഴുപ്പ് കെട്ടി ചുമക്കുക ഞാൻ. ഓ, വിഴുപ്പ് കെട്ടി ചുമന്നാലെന്താ? വെറുതെ അല്ലല്ലോ. ചക്കച്ചുള പോലെ കാശ് എണ്ണി തന്നിട്ടല്ലേ? ഹരിനാരായണൻ ഒരു മനോരോഗിയല്ല. അദ്ദേഹം സ്വതന്ത്രനാക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. പന്ത്രണ്ട് വർഷക്കാലം ഭ്രാന്താശുപത്രിയിൽ നിന്ന് ലഭിച്ച പീഡനങ്ങൾ ദുസ്സഹമായിരുന്നു അല്ലേ? അതെ. ശരീരത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോഴും ശരീരത്തിലേക്കാൾ കൂടുതൽ വേദന നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അല്പം പണത്തിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം സഹോദരനാണ് ഈ കൊടും ക്രൂരത നിങ്ങളോട് കാണിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് കൊണ്ട്. എന്താ ശരിയല്ലേ? എന്റെ സഹപ്രവർത്തകൻ പറഞ്ഞതുപോലെ രക്തമൂറ്റി കുടിക്കുന്ന ഡ്രാക്കുളയാണ് അയാൾ. അയാൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ കയ്യിലൊരു തോക്കും ഈ കയ്യിലൊരു വാളും ഞാൻ ഏൽപ്പിക്കുകയാണ്. ഒരു വ്യാഴവട്ടക്കാലം നിങ്ങളെ നരകയാതന അനുഭവിപ്പിച്ച ക്രൂരനോട് ഇതിൽ ഏത് കൈകൊണ്ടാണ് നിങ്ങൾ ശിക്ഷ നടപ്പാക്കുക? പറയണം മിസ്റ്റർ ഹരിനാരായണൻ, ഇതിൽ ഏത് കൈകൊണ്ടാ നിങ്ങളെ പ്രതികാരം തീർക്കുക? എന്റെ കൈകളല്ല, ഈശ്വരന്റെ കൈകളാ അയാൾക്കുള്ള ശിക്ഷ വിധിക്കേണ്ടത്. പക്ഷേ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അയാളെ വെട്ടി പരിക്കേൽപ്പിച്ചില്ലേ? 30 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലേ? അത് ഇനിയും സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എനിക്കുറപ്പുണ്ട്. ആ ഉറപ്പ് പോരാ.
എന്റെ കക്ഷിക്ക് ഇദ്ദേഹം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ അത് പരിഹരിച്ചോളാമെന്നുള്ള സമ്മതത്തോടെ ആരെങ്കിലും ഒരാൾ ഹരിനാരായണനെ ഏറ്റെടുക്കാൻ തയ്യാറാവണം. ചുരുങ്ങിയത് 3 മാസത്തേക്കെങ്കിലും. എങ്കിൽ മാത്രമേ അദ്ദേഹത്തെ വിട്ടയക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം എന്റെ കക്ഷിയോട് ചെയ്യുന്ന അനീതിയായിരിക്കും. ദാറ്റ്സ് ഓൾ യുവർ ഓൺ. ജയിച്ചടോ, നമ്മൾ ജയിച്ചു. അവനെ ഏറ്റെടുക്കാൻ ഏത് കോത്താഴത്തുകാരൻ വരാനാ? ഞാൻ തയ്യാറാണ് സാർ. ഹരിനാരായണനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് സാർ. ഏറ്റെടുക്കുന്നയാൾ ഹരിനാരായണൻ എത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാലും കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കും. അറിയാം, ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്താൻ ആ ബാധ്യത ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഏറ്റെടുക്കുന്നയാളുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതും അതെന്റെ കക്ഷിക്ക് പര്യാപ്തമാണെന്ന് ബോധ്യപ്പെടേണ്ടതുമുള്ളത് കൊണ്ട് അതേക്കുറിച്ച് ചോദിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. Come on. നിങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ പറയൂ. എന്റെ പേരിൽ സ്വത്തുക്കളൊന്നുമില്ല. ചുരുങ്ങിയത് 1 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായില്ലാതെ എങ്ങനെയാ ജയകൃഷ്ണ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? സാരമില്ല, താങ്കളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് വെളിപ്പെടുത്തണം. പറയൂ മിസ്റ്റർ ജയകൃഷ്ണൻ. 750 രൂപ. രൂപ പര്യാപ്തമാവില്ലല്ലോ ജയകൃഷ്ണൻ. ചുരുക്കി പറഞ്ഞാൽ ഒരു സോഡാ കുപ്പി ഹരിനാരായണൻ പൊട്ടിച്ചാൽ പോലും ഇയാളെ കൊണ്ട് വീട്ടാൻ പറ്റില്ലെന്നർത്ഥം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇപ്പോ എനിക്കൊരു സംശയം. എനിക്ക് വട്ടുണ്ടോന്ന്. അല്ലെങ്കിൽ തന്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഞാൻ ഈ പാഴ്വേലക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ. ഞാൻ നന്നായി തന്നെ കേസ് വാദിച്ചത്. പക്ഷെ തന്നെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ടാവില്ല. ഒരു നുള്ളു മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്തൊരു തെണ്ടിയാണ് ഞാൻ. എന്തെങ്ങനെ ചങ്കു പൊട്ടി നിൽക്കാ പാവം. ഇനിയും വിഷമിപ്പിക്കരുത്. ചത്തുപോയാള്. തനിക്കൊരു ജാമ്യക്കാരന് കിട്ടാൻ വേണ്ടി ഈ കുറച്ചു സമയം കൊണ്ട് ജയേട്ടൻ ഒരുപാട് പേരുടെ കാൽക്കൽ വീണതാ. ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് ആരും തയ്യാറാവണില്ലേ? ജാമ്യം നിൽക്കാൻ ഒരാളെ തേടി നാട് മുഴുവൻ അലഞ്ഞപ്പോ പരിചയക്കാരുടെ കൂട്ടത്തിലെങ്കിൽ എന്നെ ഒന്ന് ഓർക്കായിരുന്നില്ലേ? ഒരു സ്ഥലത്തെങ്കിലും എന്റെ ജയേട്ടനൊന്ന് ജയിച്ചു കാണാൻ വേണ്ടി സ്വത്തുക്കളല്ല, എന്റെ ജീവൻ പോലും പണയപ്പെടുത്തില്ല ഞാൻ. ഇനി രണ്ടാളും വേഗം ഓഫീസിലേക്ക് ചെല്ല്. പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹരിനാരായണന്റെ ലോക്കൽ ഗാർഡിനായി ജയകൃഷ്ണനും ഗ്യാരണ്ടറായി രാധികയും എന്ന് ഒപ്പിട്ടോളൂ. ഹരിനാരായണനെ 3 മാസത്തേക്ക് ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ 3 മാസവും താങ്കൾ ഞങ്ങളെ അതിഥീകരിക്കും. വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ കോടതി വീട്ടിലെ ചെറിയ സന്തോഷങ്ങളിലും കൊച്ചു ദുഃഖങ്ങളിലും ഒക്കെ താങ്കൾക്കും പങ്കുചേരാം. നന്ദി പറയേണ്ടത് എനിക്കറിയില്ല ജയേഷ്ഠ. ഏയ് അമ്മോൺ, നന്ദി പറയേണ്ടത് എന്നോടല്ല, ഇവളോടാ. മറക്കില്ല, ഒരിക്കലും ഞാൻ മറക്കില്ല. ലോകാവസാനം വരെ കൂടെ ഉണ്ടാവും. ദാസനായിട്ട്. നീ രാധികയല്ല, ദേവതയാ. പത്ത് 12 വർഷത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടുമല്ലേ, അതിന്റെയാ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, അവിടെ റസിയ കാത്തു നിൽക്കുന്നുണ്ടാവും. ഓഹോ, അവിടെ ഇരിക്കാ. ഇനിയെങ്കിലും കരച്ചിലൊന്നും നിർത്തണ്ട ഹരിനാരായണ.